പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളെല്ലാം ഇഷ്ടംപോലെ തെറി കേട്ടയാൾ ഞാനാണ്. ഇതാണ് ജയ് ചേച്ചി, ആ ലോട്ടറി വിറ്റുകൊണ്ട് നിന്ന ജയ് ചേച്ചി. അപ്പോൾ ജയ് ചേച്ചിക്ക് പറയാനുള്ളത് എന്നാന്ന് നിങ്ങളൊന്ന് വീണ്ടും നോക്കും. ഞാനാണ് കുഞ്ഞിനെ ആയിട്ട് ലോട്ടറി വിൽക്കണ ജയ എന്ന് പറഞ്ഞ അമ്മ. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടിട്ടാണ് എൻ്റെ മക്കളെ 3 മക്കളുണ്ട് എനിക്ക്. വാടക വീട്ടിലാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാതെ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ രണ്ടുപേരിലെല്ലാ ഒരു കുറവുകൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം, ജീവിക്കണമെന്നുള്ളൊരു ഇതുകൊണ്ടിട്ടാണ് ഞാൻ ലോട്ടറി വിൽക്കാനായിട്ട് റോഡിലോട്ട് ഇറങ്ങിയത്. ഇവിടെ എൻ്റെ അമ്മയോ ഹസ്ബൻഡിൻ്റെ അമ്മയോ ആരും തന്നെ ഇല്ല കുഞ്ഞിനെ നോക്കാനായിട്ട്. പിന്നെ പാല് കുടിക്കുന്ന കുഞ്ഞാണ്, അതുകൊണ്ട് അവൾ കൂടുതൽ എൻ്റെ അടുത്താണ്. അതൊക്കെ കൊണ്ടാണ് കുഞ്ഞിനായിട്ട് ഇറങ്ങിയത്. ആരുടെ സഹതാപമോ ഒന്നും പ്രതീക്ഷിച്ചല്ല ഞാനിതിന് ഇറങ്ങിയത്. പിന്നെ റിയാസ് വന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എൻ്റെ വീഡിയോ എടുത്തത് ഫേസ്ബുക്കിൽ ഇട്ടത്. അപ്പോൾ ഒത്തിരി പേരും അത് കണ്ട് കുറേ റിയാസിനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. റിയാസ് എനിക്ക് അതിനുശേഷം 500 രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്ന പുള്ളി ഒരു ഹോസ്പിറ്റൽ കേസിൽ പോകുമായിരുന്നു. പിന്നെ ഇത് കണ്ടതോടുകൂടി ഒത്തിരി പേരെന്നെ വിളിച്ച് ഒത്തിരി നല്ല രീതിക്ക് ഞാൻ കമൻ്റെല്ലാം വായിച്ച്. അപ്പോൾ എല്ലാവരും എന്നോട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം അപ്പം എനിക്ക് ജീവിക്കണം, എന്നാൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ആരും കാണിക്കാനും പറ്റില്ല. എൻ്റെ മക്കളെ സന്തോഷമായിട്ട് വളർത്തണം എന്നെനിക്ക് ഒരു ധൈര്യം കിട്ടി. അപ്പോൾ അതൊക്കെ എനിക്ക് ഇവരുടെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഇവരോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേശ്ശെ പൈസ എനിക്ക് അക്കൗണ്ട് വഴി കിട്ടിയിട്ടുണ്ട്. ഒരു 20,000 രൂപ. ഈ വീട് എടുക്കാനായിട്ട് ഇപ്പോൾ വാടകയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. 3,500 രൂപ വാടക. ഈ വീട് എടുക്കാനായിട്ടുള്ള അഡ്വാൻസ് പൈസ ഞാൻ പലിശയ്ക്ക് എടുത്തതാണ്. അതായത് 10,000-ന് 1,000 രൂപ പലിശക്കാണ് ഞാൻ എടുത്തത്. എങ്ങനെ വീട്ടുമെന്ന് എനിക്ക് വലിയൊരു ചിന്തയിലായിരുന്നു. 20,000 ഞാനെങ്ങനെ വീട്ടു. പക്ഷെ അതിപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലായിട്ടുണ്ട്. ഇന്നത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റും. ഇതൊക്കെ ഈ വീഡിയോ വന്നതോടുകൂടി ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാരെല്ലാം വന്നിട്ട് ഒരു ടിക്കറ്റ് ആണെങ്കിലും ചേച്ചി ഞാൻ വീഡിയോ കണ്ടിട്ട് വരുവാണെന്നും പറഞ്ഞ് എടുക്കുന്നുണ്ട്. ഓൺലൈനിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇവർ കാരണം എനിക്ക് ഉണ്ടായ നല്ല നല്ല കാര്യങ്ങളാണ്. ഞാൻ ഒത്തിരി അതെ അപ്പൊ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പൊ ഇവര് ഈ താമസിക്കുന്ന വീട് 3,500 രൂപ വാടക കൊടുക്കേണ്ടതാണ്. 20,000 രൂപ അവർ ഈ കഴിഞ്ഞിടയ്ക്ക് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അവർ കുറച്ച് അപ്പുറം മാറിയാണ് താമസമുണ്ട്. അപ്പൊ തമ്പലക്കാട് റോഡിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. 3,500 രൂപ വേണം മാസം. ഇതൊരു ചെറിയ വീടാണ്. ഈ വീടും കൊടുക്കാനിട്ടിരിക്കുകയാണ്. ഒരു 7.5 ലക്ഷം രൂപ കൊടുത്താൽ ഈ വീട് ഇവർക്ക് വാങ്ങാൻ കഴിയും. വാടക ഇല്ലാതെ താമസിക്കാം. പിന്നെ പുള്ളിയുടെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റൊക്കെ പണിക്ക് പോയ സമയത്ത് ഉണ്ടായിട്ട് കാലിന് ലിഗ്മെൻറ്റ് പോവുകയും പിന്നെ ഇയർ ബാലൻസിൻ്റെ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം വന്ന് ചേച്ചി കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് നോക്കിയും റോഡിലേക്ക് ലോട്ടറി കച്ചവടമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഈ വീട് മേടിച്ച് കൊടുത്തു. ഇപ്പോൾ ഒരു ഫർണിച്ചറോ കാര്യങ്ങളോ കിടക്കാനോ ഒന്നുമില്ല. പക്ഷേ ഒരു കുഞ്ഞ് നല്ല വീടാണ്. ഒരു 5 സെൻറ്റ് സ്ഥലം, ഒരു വീടും വലിയ റോഡൊന്നും വണ്ടിയൊന്നും കയറി വരുന്ന സ്ഥലമല്ലെങ്കിലും നമുക്ക് നടന്നു വരുന്ന നടപ്പഴിയേ ഉള്ളൂ. ഒരു 5 സെൻറ്റ് സ്ഥലവും ഒരു കൊച്ചു വീടുമുള്ള ആ വീട് നമുക്ക് മേടിച്ചു കൊടുത്താൽ അതുങ്ങൾ പൊന്നുപോലെ ഇവിടെ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. ആ ചേച്ചിക്ക് ഉപകാരപ്പെട്ടെ, ആ മക്കളെയൊക്കെ പൊന്നുപോലെ വളർത്തട്ടെ. ഇന്നത്തെ കാലത്ത് അമ്മമാർ മക്കളെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതൊക്കെ പോയിട്ട് ഈ അമ്മ ആ മക്കളെ പൊന്നുപോലെ നോക്കി നമ്മുടെ സമൂഹത്തിൽ ആ മക്കൾ വലിയ നിലയിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ എല്ലാ സഹായം ഞങ്ങൾ ഗൂഗിൾ പേ നമ്പറും അവരുടെ അക്കൗണ്ട് നമ്പറും എല്ലാം ഇതിൽ കൊടുക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടായി അവർ പൊന്നുപോലെ ജീവിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇതുവരെ കണ്ടവർക്ക് എല്ലാം ഇവരുടെ രീതിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നാണെങ്കിൽ നല്ല ശക്തമായ മഴയത്താണ് ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് കയറുന്നത്. അപ്പം കുറച്ച് ഇടകുഴിയൊക്കെ കയറി ഇങ്ങനെ ഒരു നടപ്പാത മാത്രമേ ഉള്ളൂ കേട്ടോ. എങ്കിലും ഒരു കുഞ്ഞു വീടാണ്. ഒരു 5 സെൻറ്റിൻ്റെ അകത്തുള്ള ഒരു കുഞ്ഞു വീട്. ഇരിക്കാനാണെങ്കിൽ ഒരു കസാര പോലുമില്ല. എനിക്ക് കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. ആ കുഞ്ഞുങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഒരു കിടക്കാനൊരു കട്ടിലോ നല്ലൊരു ടേബിളോ ഭക്ഷണം കഴിക്കാൻ നല്ലൊരു ടേബിളോ ഒന്നുമില്ല. അതുങ്ങൾ പക്ഷേ അതിലെല്ലാം ഹാപ്പിയാണ്. ഒരു കുഴപ്പമില്ല. അവർക്ക് ആ ഉള്ളതുകൊണ്ട് തൃപ്തിയാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഇതെല്ലാം അവർക്ക് അണിയിച്ചൊരുക്കി കൊടുക്കണം. കാരണം വെച്ചാൽ നമ്മളൊത്ത് ഇതെല്ലാം നടക്കും. അപ്പം ഇതാണ് ആ സ്ഥലവും ചുറ്റുപാടുമെല്ലാം. നമ്മളെക്കൊണ്ട് മനസ്സ് വെച്ചാൽ നമുക്കിത് മേടിച്ചു കൊടുക്കാൻ പറ്റും. 7.5 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. നമ്മളെല്ലാവരുടെ ഒന്ന് മനസ്സ് വെച്ചാൽ ഇത് നിസ്സാരമായിട്ട് മേടിച്ചെടുക്കാം. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരിലോട്ടും എത്തട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ കാഞ്ഞിരപ്പള്ളിക്കാരൻ നമ്മൾ ഈ കോട്ടയംകാർ വിചാരിച്ച് നടക്കാത്തതായിട്ടൊന്നുമില്ല.
നമുക്കിത് മേടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ജയചേച്ചിയുടെ വീടിൻ്റെ ആ പരിസരവും കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാൽ അവരെ വാടക വീട്ടിൽ നിന്നും ഒഴിവാക്കി അവർക്ക് സ്വന്തം ഒരു വീട് നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സഹായിച്ചാൽ അവർക്കൊരു കുഞ്ഞു വീട് മേടിക്കാൻ കഴിയും. ഇപ്പോൾ ഒരാൾ താമസിക്കുന്ന വീട് വാടകയ്ക്കാണ് 3500 രൂപയാണ് മാസ വാടക. അതോ ഒരു ഇടകുഴിയൊക്കെ കയറി ഒത്തിരി ദൂരം പോകണം. പക്ഷേ അവരുടെ ആ മനസ്സ് കണ്ട് അവർക്ക് ആ ഒരു വീട് കിട്ടിയാലും അവർ സന്തോഷമുള്ളൂ. അത് ഒരു 7.5 ലക്ഷം രൂപ കൊടുത്താൽ നമുക്കത് മേടിക്കാൻ പറ്റും. 3500 രൂപ വാടകയും 20,000 രൂപ അതിന് സെക്യൂരിറ്റിയും കൊടുത്താണ് ഇപ്പോൾ അവരുടെ കഴിയുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന ചെറിയ തുക കൊടുത്ത് സഹായിക്കുവാണെങ്കിൽ നമുക്ക് കുഞ്ഞൊരു വീട്, എന്നാൽ ആ വീട് കണ്ടില്ലേ, മനോഹരമായ ഒരു കുഞ്ഞു വീടും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡ് മുറ്റം വരെ ഇല്ലെങ്കിലും കുറച്ച് നടപ്പാതയിലൂടെ കയറി ചെന്ന് ഒരു 5 സെൻറ്റ് സ്ഥലം ഒരു കുഞ്ഞു വീടും അവർക്ക് അതിൽ കഴിയാൻ ആഗ്രഹമാണ്. അപ്പം അവർക്ക് വാടകയില്ലാതെ കഴിയാനും പറ്റും. നമ്മളെല്ലാവരും കൂടി നിന്ന് സഹായിച്ചാൽ നമുക്ക് വീട് വെച്ചും കൊടുക്കണ്ട. 7.5 ലക്ഷം രൂപ കാണുമ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലം ഒരു വീടും അവർക്ക് സ്വന്തമാകും. അതുങ്ങൾ ആ കുഞ്ഞുങ്ങൾ അമ്മമാർ മിടുക്കന്മാരാണ്, 2 ആൺപിള്ളാരും ഒരു പെൺകുഞ്ഞുമാണ്. അതുങ്ങൾ വലുതായി നല്ല നിലയിൽ എത്തട്ടെ. നമ്മളെല്ലാവരും ഇപ്പോൾ ഒന്ന് ഒത്തുപിടിച്ചാൽ എത്രയോ പിള്ളേരെ അമ്മമാർ നോക്കാൻ കഴിയുമല്ലാണ്ട് അപ്പന്മാരും വഴിയിലിറക്കി വിട്ടാൽ അനാഥാമന്ദിരത്തിലും കൊണ്ടുപോയി അതിലേയും വിടുന്നു. അപ്പോൾ അവരുടെ മക്കളെ അവർ പൊന്നുപോലെ നെഞ്ചോട് ചേർത്ത് വെച്ച് നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ചെറിയ തുക കൊടുത്ത് അവരെ നമുക്ക് സഹായിക്കാം. അവരുടെ ഗൂഗിൾ പേ നമ്പർ, അക്കൗണ്ട് നമ്പർ എല്ലാം ഞാൻ കൊടുക്കാം. നിങ്ങളെക്കൊണ്ട് കഴിയാവുന്നൊരു തുക കൊടുത്ത് സഹായിക്കുക. ഓക്കെ, നിങ്ങൾ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.